ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ത്രൂ മൈ ഐഡിയാസ്. അപ്പോൾ നമുക്ക് ഇന്ന് എങ്ങനെയാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് രണ്ട് സാധനമാണ് ആവശ്യമുള്ളൂ. ഒന്ന്, നമ്മുടെ ഒരു ക്ലോത്ത്, നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് എടുക്കാം. അല്ലെങ്കിൽ സാറ്റൻ്റെ ക്ലോത്തിലാണ് അധികവും നമ്മൾ ചെയ്തു വരാറ്. നമുക്ക് പ്രിൻ്റായിട്ടും ചെയ്യാൻ, കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഫസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കേണ്ട ഒരു മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ഇഞ്ചസ് വിഡ്ത്തും, അതുപോലെ തന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് 5 ഇഞ്ചസ് വിഡ്ത്താണ്. നമ്മുടെ സൈസിനനുസരിച്ചിട്ട്, നമ്മുടെ സ്ക്രഞ്ചീസിൻ്റെ സൈസിനനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഞാൻ ലാസ്റ്റ് ചെയ്തിട്ടുള്ളത് 3 ഇഞ്ചസ് വിഡ്ത്തും 21 ഇഞ്ചസ് ലെങ്തിലും വരുന്ന ഒരു പീസിലാണ്. ഫസ്റ്റ് നമ്മൾ ആ ക്ലോത്തിൽ 2 സൈഡും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് അതൊരു റൗണ്ടാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ചുരുട്ടി പിടിച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൻ്റെ നല്ല വശത്തേക്ക് വെച്ച് കൊടുത്ത് അതിനെ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്യണതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ചുരുട്ടി വെച്ച ആ ഒരു സൈഡ് വലിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രഞ്ചീസിൻ്റെ പകുതി ഭാഗം പൂർത്തിയായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. അതായത് നമ്മൾ ഒരിടത്തു നിന്ന് തുടങ്ങുന്ന ആ ഒരു സ്റ്റിച്ച് തമ്മിൽ മുട്ടിക്കാൻ പാടില്ല. കൂട്ടിമുട്ടാത്ത രീതിയിൽ ഒരു 1/2 ഇഞ്ചോ അങ്ങനെയൊക്കെ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളതിനെ അവിടെ നിർത്തണം. ശേഷം നമ്മൾ ആ ഒരു ഗ്യാപ്പ് കൂടെ വേണം ഇതിൻ്റെ ഈ ഒരു ക്ലോത്തിനെ പുറത്തേക്ക് വലിച്ചെടുക്കാനായിട്ട്. പുറത്തേക്ക് വലിച്ചെടുത്ത ശേഷം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, അതിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ വേണ്ടത്, അതായത് നമ്മുടെ ലാസ്റ്റിക്കിന് എത്രയാണോ നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ, റിബണിൻ്റെ സൈസ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് അവിടെ നിന്ന് കെട്ടിക്കൊടുക്കണം. നല്ല ടൈറ്റിലൊന്ന് കെട്ടിക്കൊടുക്കണം. 2 or 3 കെട്ടൊക്കെ ഇട്ട് കെട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ വലിക്കുന്ന സമയത്ത് അത് അഴിഞ്ഞു പോരാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മൾ ആ വിട്ടുപോയ ഭാഗം കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. അത് നമ്മൾ ഉള്ളിലോട്ട് മടക്കി പിടിച്ചിട്ട്, അതിൻ്റെ സൈഡൊക്കെ ഉള്ളിലോട്ട് മടക്കി പിടിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രഞ്ചീസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ സൈസ് കൂട്ടാനും കുറക്കാനൊക്കെ വിഡ്ത്തും ലെങ്ത്തും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലുതും ചെറുതൊക്കെ സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും.